ആനപ്രേമികൾക്കിടയിൽ മുഖവുരകളൊന്നും വേണ്ടാത്ത പേരാണ് ശ്രീ രവിയുടേത്. കേരളത്തിലെ എണ്ണം പറഞ്ഞ എത്രയോ കൊമ്പന്മാർ ആ തറവാട്ടുമുറ്റത്ത് നിന്നിട്ടുണ്ട്. വൈക്കം വേണുഗോപാലും കൊച്ചുപ്രായിക്കൽ ഗോപിയും അർപ്പൂക്കര അനന്തപത്മനാഭനും ഒറ്റപ്പാലം ഹരിയുടെ ശ്രീറാമും ഇടക്കുന്നി രാജേന്ദ്രനും ജയറാമിൻ്റെ കണ്ണനുമെല്ലാം വിലസി നിന്ന മുറ്റത്തെ ഏറ്റവും വലിയ ഐശ്വര്യമായിരുന്നു ഈ രാജശേഖരൻ. താൻ കൊടുത്ത ആനകളെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും അഭിമാനിക്കാറുള്ള രവിക്ക് ആകെ ഒരാനയെ കൈമാറിയതിലാണ് മനസ്സിൽ കുറച്ചെങ്കിലും ഒരു വേദനയുള്ളത്. അത് ഈ ഉട്ടോളി രാജശേഖരനെയാണ്. രവി മുതലാളിയുടെ കയ്യിൽ നിന്നും മോഹവില നൽകി രാജശേഖരനെ വാങ്ങുമ്പോൾ ഉട്ടോളി കൃഷ്ണൻകുട്ടിക്കും അറിയാമായിരുന്നു ഇതൊരു ധന്യമുഹൂർത്തമാണെന്ന്. കാരണം ഒരാന മുതലാളിയും അത്ര വേഗം കൊടുക്കാൻ സമ്മതിക്കാത്ത സ്വഭാവ സവിശേഷതകളാണ് ഇവനുള്ളത്. ഇന്ന് കേരളത്തിലെ നാട്ടാനകളിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കഴിഞ്ഞാൽ ഉയരത്തിൽ അടുത്ത സ്ഥാനം ഇവനാണ്. മാത്രമല്ല ഗജരാജലക്ഷണ തികവിലും മുന്നിൽ തന്നെ. മതപ്പാടിലും ഇവനെ ഒന്നാം പാപ്പാനും മുതലാളിക്കും കൂട്ടിക്കൊണ്ട് നടക്കുവാൻ കഴിയും. ഉത്സവപ്പറമ്പിൽ തൻ്റെ അഴകളവുകൾ കാണുവാൻ വരുന്നവരാരെയും ഇവൻ അക്കാലത്ത് പോലും ഉപദ്രവിക്കുകയില്ല. അതേസമയം രണ്ടാം പാപ്പാനെയും മൂന്നാം പാപ്പാനെയും അക്കാലത്ത് അടുപ്പിക്കില്ല. പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കാലമാണെങ്കിൽ ഇവനെ ഏത് പാപ്പാന് വേണമെങ്കിലും എഴുന്നള്ളിക്കുവാൻ കഴിയും. ചട്ടം പഠിപ്പിച്ച് ആളാകുവാൻ ശ്രമിച്ചാൽ ഒരു വേള ദേഷ്യം വരികയും ചെയ്യും. അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ അനുസരണയുണ്ടെങ്കിൽ അതൊരു അധികപ്രസംഗമല്ലേ എന്നാണ് രാജശേഖരൻ്റെ ചോദ്യം. നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ഉട്ടോളി അയ്യപ്പനെ ഞങ്ങൾ കാണുമ്പോൾ ഇവൻ മതപ്പാടിലായിരുന്നു. പനമ്പട്ട വലിച്ചെറിയുകയോ പൂഴി വാരി ചൊരിയുകയോ ചങ്ങലയിൽ ബന്ധിക്കപ്പെടുകയോ ചെയ്യാതെ നിന്ന ഇവനെ കണ്ടാൽ ആരും മതപ്പാടിലാണെന്ന് വിശ്വസിക്കില്ലായിരുന്നു. അത്രയ്ക്ക് ശാന്ത സ്വഭാവത്തിലായിരുന്നു ഇവൻ്റെ നിൽപ്പും മട്ടുമെല്ലാം. പാപ്പാനും വീട്ടുകാരും പറയാതിരുന്നെങ്കിൽ അന്നത് തിരിച്ചറിയുക കൂടിയില്ലായിരുന്നു. അതാണ് അയ്യപ്പൻ. സാക്ഷാൽ ധർമ്മശാസ്താവിൻ്റെ ശാന്തഗംഭീര ഭാവം. 5 വർഷങ്ങൾക്ക് മുമ്പ് ആമ്പല്ലൂരിലെ വട്ടക്കാട് കുഞ്ഞുമുഹമ്മദിൻ്റെ കയ്യിൽ നിന്നാണ് കൃഷ്ണൻകുട്ടി ഇവനെ വാങ്ങുന്നത്. കൂർത്ത കൊമ്പുകളാണ് ഇവൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പദഗിരി ഒട്ടും തന്നെ ഇല്ലാത്ത തുമ്പി മറ്റൊരൈശ്വര്യം. കുളി ഇവൻ്റെ ഒരു വീക്ക്നെസ്സാണ്. സിനിമയിലെങ്ങാനുമാണെങ്കിൽ ഒരൊറ്റ റീടേക്ക് പോലും വേണ്ടി വരാതെ ഇവൻ്റെ നീന്തൽ രംഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ കഴിയും. അത്രത്തോളം പെർഫെക്റ്റാണ് ഇവൻ്റെ ഓരോ പോസും. നീരിൻ്റെ കാലത്ത് എഴുന്നള്ളിക്കുന്നതിന് പോലും പ്രശ്നമില്ലാത്ത അത്യപൂർവം ആനകളിലൊന്നാണ് ഈ അയ്യപ്പൻ. വലിയ ശാഠ്യങ്ങളൊന്നും കാണിക്കാത്ത അയ്യപ്പൻ പാപ്പാന്മാരുടെ പ്രിയപ്പെട്ടവനാണ്. ഇടത്തും വലത്തുമൊക്കെ പറഞ്ഞ് കൂടുതൽ ആള് കളിക്കാൻ നോക്കിയാൽ ഒരു തലയിളക്കലുണ്ട്. അതിൽ കാര്യങ്ങൾ മനസ്സിലാകുന്നവർക്കുള്ള സൂചനയുണ്ട്. ചങ്ങലയുടെ കെട്ടുപാട് മതപ്പാടിൻ്റെ കാലത്ത് പോലും ഇഷ്ടപ്പെടാത്തയാളാണ് അയ്യപ്പൻ. കർണാടക കേരള അതിർത്തിയിലാണ് ഇവൻ്റെ ജന്മദേശം. കേരളത്തിലെത്തിയ ശേഷം ശരിക്കും ഒരു കേരളീയ ജീവിത ശൈലിയാണ് അയ്യപ്പൻ പിന്തുടർന്നു വരുന്നത്. ഉട്ടോളി വീടിൻ്റെ മറ്റൊരു അലങ്കാരമായി അയ്യപ്പൻ നിൽക്കുന്നു. ഒരു ഉത്സവകാലം കൂടി സമ്പന്നമാകുമ്പോൾ ആനപ്രേമികൾ കാത്തിരിക്കുകയാണ് ഇവൻ്റെ വരവും കാത്ത്.